വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഈവനിങ് റുട്ടീനാണ്, ഈവനിങ് വ്ളോഗ് എന്നൊക്കെ പറയാം കേട്ടോ. ഓക്കെ, ഞാൻ ബാക്കിലാണ് ഇരിക്കുന്നത്, അപ്പോൾ അവിടെ നിന്നാണ് ഇൻട്രോ എടുക്കുന്നത് കേട്ടോ. ഇന്നും ന്യൂ ഇയർ ഒക്കെ അല്ലേ, ഞാൻ ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ ഉണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ പുറത്ത് ബാക്കിൽ വെച്ചാൽ കോഴികളൊക്കെ കഴിച്ച് കിട്ടുന്ന തിരക്കിലാണ്. കുറേ ഞാൻ കോഴികളുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, എല്ലാവരൊക്കെ ഒന്ന് കയറി നോക്കാം കേട്ടോ. ഈ കോഴിനെ കണ്ടോ, കോഴിക്കുട്ടികളുണ്ട് കേട്ടോ ഞങ്ങളിലും. അതൊക്കെ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്, ഞാൻ മെയിനായിട്ട് വല്ലാണ്ട് എടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു മഴ പെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം ആയപ്പോൾ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു പുളി കിട്ടി കേട്ടോ, കുറേ പുളി, ഒരു 2 ബക്കറ്റ് നിറച്ച് ഞങ്ങൾക്ക് പൊടി കിട്ടി കണ്ടോ. അതൊന്നാണ് ഞങ്ങൾക്കിപ്പോൾ കാണുന്നത്, കുറേയൊക്കെ പൊട്ടിയിട്ടൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അത് നോക്കി ഞാൻ വാല് കുച്ചിട്ട ടൈമിലാണ് കുറേ കോഴികൾ എന്നെ നോക്കി നിൽക്കുന്നത്. വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും ഞാൻ നോക്കുവേ, ഞങ്ങൾക്കൊന്ന് പൊട്ടിയിട്ടോ. കാരണം എൻ്റെ പിന്നാലെ പോരാണ്. അപ്പോൾ പുളി നടക്കുന്നത്, പുളി അവിടെ വെച്ചിട്ടുണ്ട്, ഒരു ബക്കറ്റ് നിറച്ചും പുളി പറഞ്ഞിട്ട് 2 ബക്കറ്റ് ഉണ്ടായിരുന്നു, വേറെ കൊടുത്തിട്ടോ, മമ്മ കൊടുത്തു. ഞാൻ വേറൊരു ബക്കറ്റ് നിറയ്ക്കട്ടോ, കമൻറ്റ് ചെയ്യാറ്. അടുത്തൊരു ചെടിയാണ്, ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്, ചെടി നടക്കുന്നുണ്ട്. ചെടികളെ കുറച്ച് നേരം നോക്കിട്ടോ. അപ്പോൾ ചാനലൊക്കെ ചെടികളായിട്ടൊരു വീഡിയോ ചെയ്യാട്ടോ, ടൈം ഇടാട്ടോ. ഒഴുകി പോട്ട് വീഡിയോ കുറേ ചെടികളൊക്കെ കിട്ടും ഞങ്ങളുടെ വീട്ടിൽ. ഞാൻ നെക്സ്റ്റ് ഇതൊരു മുല്ലപ്പൂവിൻ്റെ ചെടിയാണ്, കുറേ 2-3 കാലമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കാലം എന്ന് പറയുന്നത് 1 വർഷം ഉണ്ടാവും. ഇത് വേറെ ഏതോ ചെടി പേരൊന്നും എന്നോട് ചോദിക്കരുത്. ഓക്കെ, ഞാൻ പടർന്ന് നിൽക്കുന്ന ചെടി ഞാൻ പതുക്കെ എടുക്കട്ടെ. പിന്നെ എന്തിനാ പതുക്കെ എടുത്തത്, വേഗം എടുക്കാൻ വിചാരിച്ചു. അപ്പം ഞാൻ ഒന്ന് വേഗം എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിൽ അപ്ഡേറ്റ് ആയിട്ടുള്ളത്. ഇതുണ്ട്, ഒക്കെ ഞാൻ ഇടാം. നാരങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഒക്കെ നാളെ ഇടാം കേട്ടോ. അങ്ങനെ ഇതുവരെ ഇനിയുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ക്രിസ്മസ് ട്രീ ഉണ്ട്, ഈ കൊല്ലം ക്രിസ്മസ് ട്രീ ഞാൻ അവിടെയാണ് അലങ്കരിച്ചതൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മേലക്കാണ് പോയത്. സമയം ഒരു 5:15 ഉണ്ട് കേട്ടോ. ഞാൻ കുറേ കഴിഞ്ഞ് മേലക്കാണ് ദിവസം ഞാൻ പോയി. മേലെ ടാങ്കി കഴുകുന്നുണ്ടായിരുന്നു പറഞ്ഞു. ഞങ്ങളെ മേലെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഇവിടുന്ന് കുറേ ചെടികളുടെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടൂർ വരെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെടികളുടെ ഭാഗം ഉണ്ടായിട്ടുള്ളത് കുറേ അമ്പലമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ അടുത്ത് കടയുണ്ട്, സൂക്ഷിച്ച് നോക്കിയാൽ ചിലപ്പോൾ ഇതിലൊക്കെ ഉണ്ടാവും കേട്ടോ. എല്ലാം ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കിട്ടും. ഉണ്ടോ? അങ്ങനെ ആ വീട് തൊട്ടടുത്തൊരു വീട് പാർക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ഇതാട്ടോ. ഞാൻ ഇതിന് ബാക്കി ഏറ്റവും മേലെ പോയിട്ട് കാണിച്ചു. ഏറ്റവും മേലാണ് ടാങ്കിലത്, ആ വീടിൻ്റെ അടുത്തുള്ള വീടാട്ടത്. ഓക്കെ, അങ്ങനെ നേരെ മേലക്കൊന്ന് പോവാണ്. നോക്കിയാൽ നല്ല ഇതിന് മേലൊക്കെ നോക്കിയാൽ നല്ല അടിപൊളി ചെയ്യാട്ട് ഇതാണ്. ഇതിൽ ഫോട്ടോ ഒക്കെ എടുക്കാട്ടോ, അടിപൊളിയാണ്. ഞാനൊന്ന് ടാങ്കി അതാട്ടോ ടാങ്കി, ഞാൻ ഇവിടെ നിന്നൊക്കെ നോക്കി. ഇതാണ് ആ വീടിൻ്റെ മേലത്തെ ടോപ്പ്. ഇപ്പം കുറച്ച് താഴെ ഇപ്പോൾ ടോപ്പാട്ടോ, നല്ലൊരു വലിയ വീടാട്ടോ. ടാങ്കിയൊക്കെ ഒന്ന് ഞാൻ കാണിച്ചത്, എന്താ അഴുക്ക്, കുറേ മണ്ണും കാര്യമൊക്കെ ഉണ്ട്. നമ്മൾ കുളിക്കുമ്പോൾ മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ, ആ മണ്ണൊക്കെ ക്ലീൻ ചെയ്യലായിരുന്നു അവിടെ ജോലി കേട്ടോ. ലിക്കാണ് ക്ലീൻ ചെയ്യുന്നത്. ഞാൻ പിന്നെ ഇറങ്ങാൻ കുറച്ച് പണിയാണ്, കുറേ താണ്ട് കിടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ കണ്ടോ, വലിയൊരു മര കേട്ടത്, വീടിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ. നല്ല വലുതാണ്, അത്യാവശ്യം വലുതാണ്.
നോട്ടോ നിങ്ങളെ ഒരു ടാങ്ക്. ഇതാ അത് ഞാൻ എന്തെങ്കിലും ഉണ്ടോ നോക്കിയത്. അപ്പോൾ അതായിരിക്കും നമ്മളെ അമര. ഓക്കെ, അമര കഴിഞ്ഞ് കുറച്ച് അവിടെ ഒരു അമര ഇരിക്കുന്നുണ്ട്. അവിടെ കുറച്ച് നേരം ഞാൻ നോക്കിയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല തൊട്ടടുത്ത് കാണാൻ ഒരു സർവീസ് റോഡാട്ടോ അത്. ഇതൊരു പേരെടുക്കുവാന്നല്ല. അതിൽ കോഴിയെ കഴിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നല്ലൊരു പുല്ല് നിറച്ച് പുല്ല് ഇങ്ങനെ നിൽക്കണ പോലെ കേട്ടോ അവിടെ. അങ്ങനെ മേലത്തെ ഭാഗം കഴിഞ്ഞ് ഈവനിങ് ആയിട്ടോ. ഞാൻ ഈ സ്നാക്ക് കഴിച്ച് കാരണമൊക്കെ ബ്രൗൺ ഉണ്ടല്ലോ അതും ഞാൻ കഴിച്ചിട്ടോ. ബ്രൗണ് വലിയ താല്പര്യമില്ലെങ്കിലും കഴിച്ചു. ഓക്കെ, അവിടെ 2 പീസ് ഞാൻ കഴിച്ചപ്പോൾ അതിന് ശേഷം ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ പായസം തന്നിട്ടുണ്ടായിരുന്നു. അതും ഞാൻ കുടിച്ചു. പിന്നെ ബ്രെഡും കഴിച്ചു. പിന്നത്തെ വീഡിയോ നിർത്താം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, സീ യു, ടേക്ക് കെയർ, ഹാപ്പി ന്യൂ ഇയർ.